ഇനി അടുത്തതായിട്ട് ഉത്സവമേളത്തിൽ ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ്. 3rd BTS സ്റ്റുഡൻസിന്റെ ഫ്യൂഷൻ ഡാൻസ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. വെൽക്കം സ്റ്റുഡൻസ്. ഫ്യൂഷൻ ഡാൻസ് ആണ്, പൊളിക്കാൻ പോവാണ്. അതിന് മുമ്പ് നമുക്കൊന്ന് ആർപ്പോ വിളിച്ചാലോ? റെഡിയാണോ? റെഡിയാണോ? ആർപ്പോയ് ആർപ്പോയ് ആർപ്പോയ്. ലാസ്റ്റ് ഇറായിപ്പോയി. എനിവേ നമുക്ക് ആ ഫ്യൂഷൻ ഡാൻസ് ആസ്വദിക്കാം. സംഗതി നമ്മൾ രണ്ട് ദേശക്കാരാണെങ്കിലും ചെയ്യുന്ന തൊഴിലൊന്നല്ലേ, അതുകൊണ്ട് നമ്മളിങ്ങനെ രണ്ടും രണ്ടു വഴിക്ക് പോണോ? ഒരു വഴിക്ക് പോയി കൂടെ? അപ്പോൾ നമ്മൾ ഓണാഘോഷത്തിൻ്റെ കൾച്ചറൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. തിരുവാതിര കണ്ടു, ഡാൻസ് കണ്ടു, പാട്ട് കണ്ടു, ഒക്കെ കണ്ടു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ഇവർക്കൊക്കെ കൊടുക്കാനുള്ള ചെറിയ പണി ഓണക്കളികളാണ് അല്ലേ. അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ സാധനം, ഒരു ചെറിയൊരു ഓണക്കളി നമുക്ക് ഇവർക്ക് കൊടുത്താലോ? ഉത്സവമേളത്തിൽ ഇനി അടുത്തതൊരു മ്യൂസിക്കൽ ചെയറാണ്, കസേരകൾ. ഇതാ ഇവിടെ എല്ലാവരും കസേരയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിലാരാണ് ആ വിന്നർ? വിന്നറിന് ഒരു വലിയ സമ്മാനമൊക്കെ ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഗെയിമിലേക്ക് കടന്നാലോ? കസേരകളി. മ്യൂസിക് പ്ലീസ്. ഓടി 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 ഓട് 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 ഓട്. ഓടി ഇരിക്കെ. ഇവിടെ 2 ചെയറും അല്ല, ഒരാൾ അവിടെ ആയി. പുള്ളിക്കാരി അവിടെ തന്നെ പോയിരുന്നു. തറയാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ അപ്പോൾ ഒരു ചെയർ മാറ്റാമോ? റെഡി? മ്യൂസിക് പ്ലീസ്.
ചെയറുണ്ട്, ചെയർ ബാക്കിയുണ്ട്. അഞ്ജിത അത് ഔട്ടായിരിക്കുന്നു. ഓട് ഓട് ഓട്, സ്പേസ് ഉണ്ട്, കറങ്ങിയാ കിട്ടും. യെസ്, ഓക്കെ, മ്യൂസിക് പ്ലീസ്. ഇനി കസേര തൊടാതെ നീങ്ങി നടക്കണം. ഓക്കെ, കസേരയിൽ ടച്ച് ചെയ്ത് ഔട്ടാവും കേട്ടോ. കമോൺ, പോട്ടെ പോട്ടെ, ചെയറിൽ നിന്ന് മാറി നടക്ക. ഗ്യാപ്പ് ഗ്യാപ്പ്. ലാസ്റ്റ് ഫൈനൽ 5 എത്തി അല്ലേ? യെസ്, കമോൺ, മ്യൂസിക് പ്ലീസ്. ഫൈനൽ 2. ഞാൻ റിവേഴ്സ് പറയുമ്പോ തിരിഞ്ഞു നടക്കണം. റിവേഴ്സ്. കമോൺ, ഫൈനൽ, ലാസ്റ്റ് വൺ. വാവ്, ബാ ബാ ബാ, പേര് പറ. ശിവകാമി ഭയങ്കര സൈലന്റ് ആയിട്ട് ഇവിടെ ചുറ്റും എന്തൊക്കെയോ, മൈക്ക് പിടിച്ചു, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. കാരണം ഇവിടെ ചുറ്റും എന്തൊക്കെയോ നടന്നു, ഒന്നും പുള്ളിക്കാരിയെ ബാധിച്ചിട്ടേ ഇല്ല. ആ ഒരു ഗെയിമിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഓൾ ദി ബെസ്റ്റ്. സമ്മാനം ഞാൻ തരുന്നുണ്ട് കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഓണസദ്യ സമ്മാനമായിട്ട് തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. BTS BBA ഫസ്റ്റ് ഇയർ. നല്ലൊരു കാര്യം എടുക്കാം. അപ്പൊ നമ്മൾ ഇനി കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ബലൂൺ വീർപ്പിക്കലാണ്. ഇവർ മാക്സിമം ബലൂൺസ് 1 മിനിറ്റിനുള്ളിൽ വീർപ്പിക്കുക, മാക്സിമം സൈസിൽ. ഓക്കെ, റെഡി, സ്റ്റഡി, ഗോ. മാക്സിമം സൈസില്, മാക്സിമം നമ്പേഴ്സ്, മാക്സിമം സൈസിൽ മാക്സിമം നമ്പേഴ്സ്. ടൈമർ എന്തായി? ഇനി 18 സെക്കൻഡ്, 19 സെക്കൻഡ് ആയിട്ടുണ്ട്. കമോൺ കമോൺ, നിങ്ങളെ കൊണ്ട് പറ്റും. അതാ പൊട്ടി, ഒരെണ്ണം പൊട്ടിയിരിക്കുകയാണ്. കമോൺ, 26, 30 സെക്കൻഡ് ആയിരിക്കുന്നു. 30 സെക്കൻഡ്, ഇനി 30 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ. 30 സെക്കൻഡ്സിനുള്ളിൽ മാക്സിമം വലിപ്പം. 37. ഇനി വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. 10 സെക്കൻഡ്. കമോൺ 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 കമോൺ. യെസ് 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 യെസ്. 30, 48, 50 ആയിട്ടുണ്ട്. യെസ് യെസ്, കഴിഞ്ഞോ? ആരാണ് ഏറ്റവും കൂടുതൽ ബലൂൺ ആദ്യം തീർത്തത്? ആരാ? 3 പേരും വാ. 3 പേരും വന്നു. ജഡ്ജസ് വന്നോളൂ, ഇങ്ങോട്ട് വന്നു. ഇതിൽ ജഡ്ജ് വിന്നറിനെ പ്രഖ്യാപിക്കാനുള്ള സമയം നമ്മൾ ജഡ്ജസിന് തന്നെ കൊടുക്കാം അല്ലേ, അല്ലെങ്കിൽ നമുക്കടി കിട്ടണ്ട. മാക്സിമം നമ്പർ, മാക്സിമം സൈസ്. ആരാണ് വിന്നർ? ഓക്കെ, 3 ഒരേ നല്ല സൈസിൽ തന്നെയായിരുന്നു. ബിമൽ. അപ്പൊ ബിമൽ is the winner. Come on. Yes, 2 പേരും, 2 സ്ത്രീ രത്നങ്ങളും വെള്ള ബലൂണും ഒരാൾ ഒരു പിങ്ക് ബലൂണും ആയിട്ടാണ് നിൽക്കുന്നത്. മാക്സിമം സൈസ്, പോരട്ടെ, മാക്സിമം സൈസ്. ഫസ്റ്റ് ഇയർ ആണോ, സെക്കൻഡ് ഇയർ ആണോ, ഫൈനൽ ഇയർ ആണോ? ഒരെണ്ണം അതാ പൊട്ടിയിരിക്കുന്നു. Come on. Yes 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 yes, നോക്കരുത്. Come on. ഇനി 2 ബലൂണുകൾ, 2 ബലൂണുകൾ. ഇനി വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. Come on. Yes, time up, time up. ആരാ? ആര്യ. എന്റെ പൊന്നു, കണ്ടാ തോന്നുവോ അല്ലേ? ഞാൻ വിചാരിച്ച് തോറ്റു. വലിച്ചു നീട്ടുന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് തോറ്റതാന്ന്. ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറും തമ്മിലുള്ള പോരാട്ടമാണ് അല്ലേ?
ആര്യാണോ വിമലാണോ? അതാ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തമ്മിലുള്ള ഒരു ഫൈനൽ ഇയറും സെക്കൻഡ് ഇയറും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇതാ നടക്കുന്നത്. ഒന്നാമത്തെ ബലൂൺ രണ്ടുപേരും ഫിനിഷ് ചെയ്തു. ഇനി അതാ രണ്ടാമത്തെ ബലൂൺ. അങ്ങനെ വിമൽ പോരട്ടെ. വാശിയേറിയ പോരാട്ടം. പച്ചയും പിങ്കും. യെസ്, പോരട്ടെ. മാക്സിമം സൈസ്. കമോൺ. പോരട്ടെ. പ്രോത്സാഹനം പോരട്ടെ. ആർപ്പോയി എവിടെ? കമോൺ പോരട്ടെ. യെസ്, സെക്കൻഡ് ഇയർ ആണോ ഫൈനൽ ഇയർ ആണോ ഇതാ ഈ ബലൂൺ വീർപ്പിക്കലിൽ വിന്നർ ആവുന്നതെന്ന് നമുക്കിതാ പെട്ടെന്ന് അറിയാം. അതാ ആര്യ വാശിയേറിയ ശക്തമായ ഒരു പിന്നോട്ടില്ല. കമോൺ, ഇനി ഓരോ ബലൂൺ വീതം മാത്രമേ ബാക്കിയുള്ളൂ. ടൈം അപ്പ്. അത് പോണ്ട, അത് കൂട്ടണ്ട. പിന്നല്ല, അതാണ് കലാശക്കൊട്ട്. സൈസ് വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ഒരേ നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. 4 ബലൂൺ വീതം. എന്നാലും ഒട്ടും മോശമല്ല. കൺഗ്രാറ്റുലേഷൻസ് ദ വിന്നർ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനുള്ള ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാം. കോൺസെൻട്രേഷൻ, മാക്സിമം വാട്ടർ. അതന്നെ, മാക്സിമം വെള്ളം നിറയ്ക്കുക. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം. പോരട്ടെ. Come on. Last 10 seconds. 9, 7, 4, 5, 3, 2, 1. Time up. Who's the winner? Judges, teachers അവിടെ? ഇതിൽ ആരാണ് വിന്നർ? അൽഫിദ. നിസ്സംശയം പറയാം, അൽഫിദയാണ് വിന്നർ. ദാ കുപ്പി നിറച്ചും വെള്ളമുണ്ട്. കുപ്പി മാക്സിമം വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതാണ് അൽഫിദ നിറച്ച കുപ്പി. കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യമൊക്കെ കറക്റ്റ് ആണല്ലോ, ഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലോ, എല്ലാം നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? റെഡി അല്ലേ? 2, 1 സ്റ്റാർട്ട്. Come on. പോരട്ടെ. കുളിക്കാനല്ല, നിറയ്ക്കാനാണ് പറഞ്ഞത്. ആണുങ്ങളുടെ അഭിമാനം. അതാ ആര്യ പോട്ടെ. കമോൺ, ഇനി കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കമോൺ, 10 seconds, 5 seconds, 5, 4, 3, 2, 1. ആരാണ് ആ വിന്നർ? ആര്യ തന്നെയാണ് വിന്നർ. ഉത്സവമേളത്തിൽ ഇനി നടക്കാൻ പോകുന്നത് ചാക്കിൽ ചാട്ടമാണ്. ചാക്കുമായിട്ട് ഇവിടെ 3 പേർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഒരു വനിതാ രത്നവും 2 പുരുഷ കേസരികളുമാണ് ഈ ഒരു ചാക്കിൽ ചാട്ടത്തിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കേണ്ട. റെഡി അല്ലേ? യെസ്, നമുക്ക് അവരുടെ ആ ഒരു വിന്നർ ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? യെസ്, കം ഓൺ ഗൈസ്, നമുക്ക് കാണാം ചാക്കിൽ ചാട്ടം. ഞാൻ മാറുന്നല്ലോ. നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? മ്യൂസിക് പ്ലീസ്. അങ്ങനെ വിമൽ ഇതില് വിജയിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമാണ് വിന്നേഴ്സ് ആയിരിക്കുന്നത് കഴിഞ്ഞ 2 റൗണ്ടിൽ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടം കാണാം. റെഡി അല്ലേ?
ഫയർ. ഉത്സവമേളത്തിൽ ഇനി നടക്കാൻ പോകുന്ന വടംവലിയാണ്. വാശിയേറിയ വടംവലിക്ക് 2 ടീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൗണ്ട്സ് എന്ന് പറയുന്നത് ആദ്യത്തെ വിസിലിന് വടം കയ്യിലെടുക്കുക, രണ്ടാമത്തെ വിസിലിന് വടം ടൈറ്റ് ചെയ്യുക, മൂന്നാമത്തെ വിസിലിന് വടം വലിക്കുക. ഇതാണ് നിങ്ങളുടെ ഗെയിം. ഓക്കെ, റെഡിയല്ലേ? റെഡിയല്ലേ? 2 ടീമും റെഡിയല്ലേ? അപ്പോൾ ആദ്യത്തെ വിസിൽ പോട്ടെ. Steady, go. Whistle, please. Fire only. Yes. 1-1. 2 ടീമും ഓരോ പോയിന്റ്സ് വീതം നേടിയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. 2 ടീമും ഓരോ റൗണ്ട് വീതം വിജയിച്ചിരിക്കുന്നു. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് റൗണ്ട്. മൂന്നാമത്തെ വിസിലിനാണ് വടംവലിയുടെ സെക്കൻഡ് റൗണ്ട്. ഇതിൽ വ്യക്തമായൊരു ലീഡ് നേടിക്കഴിഞ്ഞാൽ ടീം ഇവർ വിജയിക്കും, അല്ലെങ്കിൽ അവർ വിജയിക്കും. ഓക്കെ, വിസിൽ 3. യെസ്, കം ഓൺ. വലിക്കരുത്, വലിക്കരുത്. റെഡി, സ്റ്റഡി, ഗോ. വലിച്ചോ, വലിച്ചോ, വലിച്ചോ. വലിക്ക, വലിക്ക, വലിക്ക. വലിക്ക. Come on, come on, come on. വലിച്ചോ, 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 വലിച്ചോ. ഇനി ഒരു ചെറിയ Come on, വലിച്ചോ, വലിച്ചോ. അപ്പോൾ നമ്മുടെ വടംവലി മത്സരത്തിൽ ആവേശകരമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു. അപ്പോൾ പൊരുതി ജയിച്ചു അല്ലേ? അപ്പോൾ സെറ്റാണ്. സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറുമാണ്. സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ ടീമാണ് ഇതിൽ വിജയിച്ചിരിക്കുന്നത്. അതിലും ഉണ്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ അല്ലേ? മറ്റേ ടീമിലും മിക്സ് ആയിട്ടല്ലേ നിങ്ങൾ മത്സരിച്ചേ? എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മുടെ ആപ്തവാക്യം ആർപ്പോയിറോ. ഓക്കെ, കം ഓൺ. റെഡി, സ്റ്റഡി, ഗോ. ആവേശകരമായ സെക്കൻഡ് റൗണ്ടിൽ രണ്ടാമതെത്തിയ റണ്ണേഴ്സ് അപ്പ് എത്തിയ ടീമാണ്. ഇവിടെ തോൽവിയില്ല അല്ലേ? ഫസ്റ്റും സെക്കൻഡുമേ ഉള്ളൂ. അപ്പോൾ ആർപ്പോയ്, ആർപ്പോയ്, ആർപ്പോയ്. യെസ്. അപ്പോൾ അടിപൊളി. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ഓണം. ഇന്നത്തെ ഉത്സവമേളം എന്തായാലും അടിപൊളിയായിരുന്നു. ഒരുപാട് ഗെയിംസും പാട്ടും മേളവും. സെറ്റല്ലേ? യെസ്, അടിപൊളി ഒരു ഓണ വിരുന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് പിനാക്കിൾ അക്കാഡമി ഒരുക്കി തന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ശ്രീ ഹാഫിസ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ജയ്ഹിന്ദ് ചാനലിനോടൊപ്പം ചേർന്ന് ഈ ഒരു ഉത്സവമേളത്തിൽ കൂടിയതിന്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം വിഷ് ചെയ്യാം നമുക്ക് ഒരുമിച്ച്. ഓക്കെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. Hola,